നിങ്ങളുടെ ഈ ഗ്രൂപ്പിൽ വരാൻ വേണ്ടി സാധിച്ചതിൽ വളരെ സന്തോഷവും അഭിമാനവുമുണ്ട്. കാരണം വളരെ വ്യത്യസ്തമായി ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ പേര് തന്നെ സഖാക്കളുടെ ശബ്ദം എന്നുള്ളതാണ്. നിങ്ങളുടെ എല്ലാ ശബ്ദങ്ങളും നല്ല രാഷ്ട്രീയബോധവും സാമൂഹ്യബോധവുമുള്ള ശബ്ദങ്ങൾ തന്നെയാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. നവമാധ്യമങ്ങളിലെ നമ്മുടെ സഖാക്കളുടെ ഇടപെടൽ വളരെ മാതൃകാപരമാണ്. പ്രത്യേകിച്ചും നമുക്കിടയിൽ ഇപ്പോൾ നല്ല രീതിയിൽ സംവാദങ്ങൾ നടത്തുവാൻ വേണ്ടി പ്രത്യേകിച്ച് നമ്മുടെ സഖാക്കൾ വാട്സപ്പ് ഗ്രൂപ്പുകളെ ആശ്രയിക്കുന്നു എന്ന് മാത്രമല്ല, നേതൃരംഗത്തുള്ള സഖാക്കളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളെ സമ്പന്നമാക്കുവാൻ, നിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാൻ വേണ്ടിയൊക്കെ നിങ്ങൾ കാണിച്ചിട്ടുള്ള ഈ താല്പര്യം വളരെ അഭിനന്ദനീയാണ്. നമുക്കറിയാം, ഒട്ടേറെ പ്രതിസന്ധികളുടെ നടുവിലാണ് നമ്മളൊക്കെ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ എളുപ്പം നടത്താവുന്ന ഒന്നല്ല. ഒരു കാലത്ത് നമ്മുടെയെല്ലാം മുൻഗാമികൾ നിരവധിയായ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടിയുള്ള പോരാട്ടങ്ങൾ നടത്തിയിരുന്നു. ഇന്ന് നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ മുൻഗാമികൾ എത്രത്തോളം ത്യാഗം സഹിച്ചുകൊണ്ടാണ് ഇത്തരം സൗകര്യങ്ങളെല്ലാം ലഭ്യമാക്കിയിട്ടുള്ളത്, അതെല്ലാം നിലനിർത്തുക എന്ന് മാത്രമല്ല, ലഭിച്ച അവകാശങ്ങൾ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്നതുകൂടി നമ്മുടെ എല്ലാം ഉത്തരവാദിത്വമാണ്. പ്രത്യേകിച്ചും നിരവധിയായ തെറ്റിദ്ധാരണകൾ സമൂഹത്തിനിടയ്ക്ക് പടച്ചുവിടാൻ വേണ്ടി സാധിക്കുന്ന ഒരുപാട് ശ്രമങ്ങൾ വ്യത്യസ്ത തലങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന്, നമ്മുടെയെല്ലാം ജാതിയുടെയും മതത്തിന്റെയും പേരിലാണ് മനുഷ്യർക്കിടയിൽ അതിർവരമ്പുകൾ തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢമായിട്ടുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെയെല്ലാം ജീവിത സാഹചര്യം കണക്കിലെടുത്താൽ ഒരുപാട് സമരങ്ങൾ നടത്തേണ്ട കാലമാണ്. വിശ്രമരഹിതമായ സമരങ്ങൾ നടത്തേണ്ട അത്രയും വിഷയങ്ങൾ നമ്മുടെ ചുറ്റുപാടിലുമുണ്ട്. പക്ഷെ അങ്ങനെയൊരു സമരരംഗത്തേക്ക് കടക്കേണ്ട ഒരു ജനതയെ മുഴുവൻ ഇന്ന് പള്ളികളുടെ മുറ്റത്തും അമ്പലമുറ്റത്തുമൊക്കെ തളച്ചിടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നതിന് പിന്നിൽ ഒരു ഗൂഢമായ അജണ്ടയുണ്ട്. ആ അജണ്ട എന്ന് പറയുന്നത്, അതായത് സമരങ്ങളില്ലാത്ത, ഒരുപക്ഷെ പോരാട്ടങ്ങളില്ലാതെ കോട്ടണ കൂടി ചോന്തിനെ പോലെയുള്ള ആളുകളെ സൃഷ്ടിക്കുക എന്നതാണ്. അതിന്റെ എല്ലാം തന്നെ ഒരു തെളിവാണ്. നമുക്കറിയാം, ഏതൊരു മനുഷ്യൻ അപകടത്തിൽപ്പെട്ടാലും അപകടത്തിൽപ്പെട്ടവനെ രക്ഷപ്പെടുത്തുക എന്നാൽ അത് മനുഷ്യത്വപരമായിട്ടുള്ള ഒന്നാണ്. പക്ഷെ ഇന്ന് നമ്മുടെ സാമുദായിക നേതാക്കന്മാർ പരസ്യമായി പറയുവാൻ വേണ്ടി തയ്യാറായിരിക്കുന്നു, ഒരു മനുഷ്യൻ അപകടത്തിൽപ്പെട്ടാൽ അവനെ രക്ഷിക്കുന്നതിന് മുമ്പ് അവനെ രക്ഷിക്കണമോ എന്ന് തീരുമാനിക്കുന്നത് പോലും അവന്റെ ജാതി നോക്കിയായിരിക്കണം, അവന്റെ മതം നോക്കിയായിരിക്കണം എന്ന ഫത്വകൾ ഇറക്കിയിട്ടുള്ള നിരവധി അനുഭവങ്ങൾ നമ്മൾ കണ്ടു. ഹരിയാനയിൽ 2 പിഞ്ചു കുഞ്ഞുങ്ങളെ ചുട്ടുകൊന്ന സമയത്ത് നമ്മുടെ കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവനയായിരുന്നു, അതിന് പട്ടിയുടെ ജീവന്റെ വില പോലും ഞാൻ കാണുന്നില്ല എന്നുള്ളത്. ഒരുപക്ഷെ മനുഷ്യന്റെ ജീവന് മൃഗങ്ങളുടെ പരിഗണന പോലും ലഭിക്കാത്തൊരു കാലത്ത് നമ്മളെല്ലാം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനാധിപത്യ ധ്വംസനങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഉടുപ്പിൽ, നമ്മുടെ നടപ്പിൽ, നമ്മുടെ ഭക്ഷണത്തിൽ, അതായത് തിന്മേശയിൽ ഉൾപ്പെടെ ഫാസിസം കടന്നു വന്നു എന്നുള്ളതാണ്. രാഷ്ട്രപിതാവിനെ വെടിവെച്ചു കൊന്നവർ ഇപ്പോ രാജ്യസ്നേഹത്തെക്കുറിച്ച് പ്രസംഗിച്ച് നടക്കുകയാണ്. യഥാർത്ഥത്തിൽ ആരാണ് രാജ്യദ്രോഹി, ആരാണ് രാജ്യസ്നേഹി എന്ന് തിരിച്ചറിയപ്പെടാനാവാത്ത വിധത്തിൽ നമ്മുടെയെല്ലാം തന്നെ കണ്ണുകൾ, നമ്മുടെയെല്ലാം വായ അടക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഫാസിസം നമ്മുടെ രാജ്യത്ത് അധികാരത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്തിരിക്കുകയാണ്. എഴുത്തുകാർക്ക് നേരെ തോക്കു ചൂണ്ടിക്കൊണ്ട് എഴുതാൻ വേണ്ടി പാടില്ല, ചിത്രകാരന്മാരെ ഭീഷണിപ്പെടുത്തുന്നു, മാധ്യമ പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുന്നു, സംസാരിക്കുവാൻ വേണ്ടിയിട്ടുള്ള അവകാശം പോലും നിഷേധിക്കുക, അഭിപ്രായ സ്വാതന്ത്ര്യം ഇവിടെ ഇല്ലാതാക്കുക. ഞങ്ങൾക്കെല്ലാം ഇപ്പോൾ അനുഭവപ്പെടുന്നത് നമ്മുടെ രാജ്യത്ത് പ്രഖ്യാപിക്കാത്ത ഒരു അടിയന്തരാവസ്ഥ നടപ്പിലാക്കുവാൻ വേണ്ടിയാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിലെ ഭൂരിപക്ഷം വരുന്ന സാധാരണക്കാർക്കു വേണ്ടിയല്ലല്ലോ ഈ ഗവൺമെന്റ് ഭരിക്കുന്നത്. വിജയ് മല്യയെ പോലെ ഒരുപക്ഷെ
വലിയ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഭരിക്കുന്നവരായി നമ്മുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ, അധികാര കേന്ദ്രങ്ങളെല്ലാം തന്നെ ഇത്തരക്കാർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങളാണ് നൽകുന്നത്. എത്രായിരം കോടികളാണ് കോർപ്പറേറ്റുകൾക്ക് നൽകുന്നത്? എത്രായിരം കോടികളാണ് കോർപ്പറേറ്റുകൾക്ക് സൗജന്യമായി നൽകി, ഒരുപക്ഷെ സബ്സിഡിയായി നൽകി, പിന്നീട് അത് എഴുതിത്തള്ളുന്ന കടങ്ങളായി മാറുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ രാജ്യത്ത് എത്രയോ പഞ്ചവത്സര പദ്ധതികൾ നടത്തേണ്ട തുകകൾ ഇതിനകം തന്നെ, ഈ ചുരുങ്ങിയ കാലത്തിനകം തന്നെ കോർപ്പറേറ്റുകൾക്ക് സൗജന്യമായി കൊടുക്കുവാൻ, കടമായി കൊടുക്കുവാൻ, പിന്നീട് അത് എഴുതിത്തള്ളുവാൻ വേണ്ടി തയ്യാറായി എന്നുള്ളതാണ്. എന്നാൽ ബഹുഭൂരിപക്ഷം വരുന്ന കർഷകനെ സംരക്ഷിക്കാൻ എന്തെങ്കിലും നടപടിയുണ്ടോ? കർഷകർ ആത്മഹത്യ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, കർഷകർ ആത്മഹത്യ ചെയ്തിട്ടുള്ളത് പ്രണയ നൈരാശ്യം കൊണ്ടാണ് എന്നുള്ളതാണ്. എന്ത് വിഡ്ഢിത്തമാണ് നമ്മുടെ രാജ്യത്തെ അധികാരപ്പെട്ട, ഒരുപക്ഷെ ഉത്തരവാദപ്പെട്ട ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കേണ്ട ഇവിടെയുള്ള അധികാരികൾ പറയുന്നത്. അത് വേദനാജനകമാണ്. അതിലുപരിയായി നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കേൾക്കുന്ന വാർത്തകൾ, ഒരു പട്ടിണി രാജ്യത്തിന്റെ മറ്റൊരു മുഖം ഇന്ത്യക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാനും ദിവസം മുമ്പ് നമ്മളെയെല്ലാം വേദനിപ്പിക്കുന്ന ഒരു ചിത്രം കാണുകയുണ്ടായി. കന്നുകാലികളുടെ പിറകെ, കന്നുകാലിയുടെ വിസർജ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ, കന്നുകാലിയുടെ പിറകെ നടക്കുന്ന ചിത്രം. വിശപ്പടക്കുവാൻ വേണ്ടി യാതൊരു വഴിയുമില്ലാതെ കന്നുകാലിയുടെ വിസർജ്യമെങ്കിലും ഭക്ഷിച്ച് വിശപ്പടക്കാം എന്ന് കരുതി നടക്കുന്ന കുഞ്ഞുങ്ങളുടെ ചിത്രം നമ്മളൊക്കെ രാജ്യത്ത് കാണുകയാണ്. നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണല്ലോ വൃന്ദാവൻ. ആ വൃന്ദാവിന്റെ മുറ്റത്തുള്ള മീരമാർ എന്ന് വിളിക്കുന്ന വിധവകൾ, ആ വിധവകളെ മീരമാർ എന്നാണ് പറയുക. ആ മീരമാർ പറഞ്ഞു, ഞങ്ങൾ സതി നമ്മുടെ രാജ്യത്ത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അവസാനിപ്പിച്ചതാണ്. ആ സതി നമ്മുടെ രാജ്യത്ത് വീണ്ടും വരണമെന്ന് ആഗ്രഹിക്കുന്ന അമ്മമാരുണ്ടാവുകയാണ്. അതിനെന്താ കാരണം? അതിന്റെ കാരണം മീരമാർ പറഞ്ഞു, അവർ ജീവിക്കുന്നത് ക്ഷേത്രമുറ്റത്തായാൽ പോലും അവർ ജീവിക്കുന്നത് സ്വന്തം ശരീരം വിറ്റിട്ടാണ്. ആ ശരീരം വിൽക്കുന്നത് 1000 രൂപയ്ക്കോ 2000 രൂപയ്ക്കോ അല്ല, 5 രൂപയ്ക്കും 10 രൂപയ്ക്കും സ്വന്തം ശരീരം വിറ്റ് ഉപജീവന മാർഗം തേടേണ്ട അമ്മമാരാണ് അവിടെയൊക്കെയുള്ളത്. ഇങ്ങനെ എത്രയോ അനുഭവങ്ങൾ, കണ്ണുനീര് വരുന്ന, ഒരുപക്ഷെ നമ്മളെയെല്ലാം വേദനിപ്പിക്കുന്ന ഒരുപാട് ചിത്രങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാണുമ്പോൾ 10 ലക്ഷത്തിന്റെ കോട്ടുമിട്ട് യാതൊരു നാണവുമില്ലാതെ അന്തസ്സില്ലാത്തൊരു പ്രധാനമന്ത്രി നമ്മുടെ രാജ്യം ഭരിക്കുന്നു എന്നുള്ളത് സ്വതന്ത്ര ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ജനാധിപത്യ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നാണക്കേടാണ് എന്ന് പറയാതിരിക്കാൻ വേണ്ടി വയ്യ. ഇവിടെ കോൺഗ്രസും അതോടൊപ്പം തന്നെ BJPയും രണ്ടും രണ്ടല്ല, രണ്ടും ഒന്നാണ് എന്ന് തെളിയിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ ചരിത്രത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ഒരുപാട് നമുക്കെല്ലാം അറിയാം. അത് ആവർത്തിച്ചു വരുന്നു എന്നതിൽ ഒരുപാട് തെളിവുകളുണ്ട്. കേരളത്തിൽ തന്നെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ഈ അടുത്ത ദിവസമാണ് കുടുംബശ്രീയുടെ എംബ്ലം മാറ്റുവാൻ വേണ്ടിയുള്ള തീരുമാനമെടുക്കുന്നത്. ഞങ്ങളെല്ലാം ഞെട്ടിപ്പോയി. ഒരു സുപ്രഭാതത്തിൽ മുനീർ ഉൾപ്പെടെയുള്ള ആളുകൾ താമര ചിഹ്നവുമായി കുടുംബശ്രീയുടെ സ്ത്രീകൾക്കിടയിലേക്ക് പോവാണ്. ആരെ സംരക്ഷിക്കാൻ വേണ്ടിയാ? ഇവിടെ DYFIക്കാരനെയും CPMകാരനെയും കാപ്പ ചുമത്തിക്കൊണ്ട് നാട് കടത്തുക. CPMന്റെ നേതാക്കളെ നിങ്ങൾക്കറിയാം, കണ്ണൂരിലെ പ്രിയപ്പെട്ട ജയരാജേട്ടനെ ഉൾപ്പെടെ ഇന്ന് ജയിലിലടക്കപ്പെട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? നമ്മുടെ നാടിന്റെ മതേതരമായിട്ടുള്ള പാരമ്പര്യം, ജനാധിപത്യപരമായിട്ടുള്ള അവകാശങ്ങൾ, ഇതെല്ലാം സംരക്ഷിക്കുവാൻ വേണ്ടി ഇടപെടുന്നത് DYFI ആണ്. നമ്മുടെ നാട്ടിലെ പുരോഗമന പ്രസ്ഥാനങ്ങളാണ്. അതിന്റെ നേതാക്കളെയും പ്രവർത്തകരെയും ജയിലിലടക്കുക, നാട് കടത്തുക, ഇല്ലാത്ത കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ട് അവരെ സമൂഹ മധ്യത്തിൽ ഒറ്റപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉൾപ്പെടെ BJPയും കോൺഗ്രസും എല്ലാം ഒത്തുചേർന്നുകൊണ്ട് കേരളത്തിൽ നടപ്പിലാക്കി ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകരെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമം നടത്തി. പക്ഷെ നമുക്കറിയാം, ജനങ്ങൾ അതെല്ലാം തന്നെ തിരിച്ചറിയുന്നവരാണ്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പിൽ വലിയ വിജയം ഇടതുപക്ഷത്തിന് ലഭിക്കുകയുണ്ടായി. ഞങ്ങളെല്ലാം ഏറെ പ്രതീക്ഷയിലാണ്. കഴിഞ്ഞ ദിവസം 1000ഓളം വരുന്ന PSC ഹോൾഡേഴ്സ്, റാങ്ക് ഹോൾഡേഴ്സിന്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുകൾ, ആ ഗ്രൂപ്പുകളുടെ എല്ലാം തന്നെ അഡ്മിനുമായി സംസാരിക്കാൻ എനിക്കൊരു അവസരം കിട്ടി. അതിൽ കോൺഗ്രസുകാരുണ്ടായിരുന്നു, BJPക്കാരുണ്ടായിരുന്നു, പല രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ട ആളുകളുമുണ്ട്. അവരെല്ലാം തന്നെ ഒറ്റക്കെട്ടായി, പ്രത്യേകിച്ചും അവരെല്ലാം പറഞ്ഞിട്ടുള്ളത്, ഞങ്ങളാരും ഇനി BJPക്ക് വേണ്ടിയോ കോൺഗ്രസിന് വേണ്ടിയോ വോട്ട് രേഖപ്പെടുത്താൻ ഇനി ഉണ്ടാവില്ല എന്നുള്ളതാണ്. കാരണം തികഞ്ഞ യുവജന വഞ്ചനയാണ് ഈ രണ്ട് ഗവൺമെന്റും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ്
നമ്മുടെ എല്ലാം മനസ്സിൽ, നമ്മുടെ എല്ലാം മുന്നിൽ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന് വിജയം സുനിശ്ചിതമാണ്. അതിന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക, അതോടൊപ്പം തന്നെ സീറ്റുകളുടെ എണ്ണം കുറക്കുക. കോൺഗ്രസിന് ചരിത്രത്തിൽ ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ പരാജയം കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ നേരിടാൻ വേണ്ടി പോകുന്നു എന്നതിന്റെ ഒരുപാട് ചിത്രങ്ങൾ ഇന്ന് പരസ്യമായി പല ആളുകളും പ്രതികരിക്കുകയാണ്. നമ്മുടെ ഈ സാംസ്കാരിക കേരളത്തിന്റെ അന്തസ്സിനത്തെ ഭരണമായിരുന്നില്ല കഴിഞ്ഞ 5 വർഷം. മുഖ്യമന്ത്രിയുടെ ഉമ്മൻചാണ്ടിയുടെ ആഫീസ് ഉൾപ്പെടെ കോൺഗ്രസിന്റെ നിലമ്പൂരിലെ ആഫീസിന്റെ കാര്യം പോലും ഞാനിവിടെ സൂചിപ്പിക്കുന്നില്ല. അത്രയും അശ്ലീലവും അസഭ്യവും കൊലപാതകവും ഗുണ്ടായിസവും നടത്തുന്ന കേന്ദ്രങ്ങളായി അധികാര കേന്ദ്രം മാറി. അതിനെല്ലാം ഒരു തിരിച്ചടി ഉണ്ടാവണം. ആയിരക്കണക്കിന് കോടി ഉറുപ്പിക തട്ടിയിട്ടുള്ള സ്ത്രീക്ക് ഏതു നേരവും മുഖ്യമന്ത്രിയുടെ മുറിയിലേക്ക്, മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക്, മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്കൊക്കെ കടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള അന്തരീക്ഷമുണ്ടായി. എല്ലാ മന്ത്രിമാരും അഴിമതിക്കാരാണ് എന്നതിൽ ഒരു സംശയവുമില്ല, ഒരു തർക്കവുമില്ല. കേരളത്തിന്റെ വികസനത്തിനല്ല, കേരളത്തിന്റെ മുരടിപ്പാണ് കഴിഞ്ഞ 5 വർഷക്കാലം ഉണ്ടായത്. ഖജനാവിൽ പണമില്ല, ക്ഷേമ പെൻഷൻ നൽകുന്നില്ല, ജനങ്ങളെല്ലാം തന്നെ പട്ടിണിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ്. ഇതിനെല്ലാം തന്നെ ഒരു പ്രതിഷേധം തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും എന്നുള്ളതാണ് ഞങ്ങളെല്ലാം തന്നെ പ്രതീക്ഷിക്കുന്നത്. നവമാധ്യമത്തിൽ പ്രവർത്തിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സുഹൃത്തുക്കൾ, ഒരുപാട് സഖാക്കൾ ഞങ്ങളോടൊപ്പം ഉണ്ടാകും. അവരോടൊക്കെ പറയേണ്ട ഒരു കാര്യം, നവമാധ്യമം എന്ന് പറഞ്ഞാൽ ഇന്ന് നന്നായി രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോമിനകത്ത് ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകരും ഇടതുപക്ഷത്തിന്റെ അനുഭാവികളും നവമാധ്യമത്തിനകത്ത് ഓരോ വാക്കുകൾ ഉപയോഗിക്കുമ്പോഴും വളരെ സൂക്ഷിച്ചു വേണം. ഓരോ പോസ്റ്റുകൾ നിങ്ങൾ ഷെയർ ചെയ്യുമ്പോഴും അത് നമ്മുടേതായിട്ടുള്ള ഔദ്യോഗികമായ സംവിധാനത്തിന്റെ ഭാഗമായി തന്നെ വന്നതാണോ എന്ന് അന്വേഷിക്കണം. പ്രത്യക്ഷത്തിൽ നമ്മുടേതാണ് എന്ന് തോന്നിക്കുകയും എന്നാൽ നമുക്ക് അനുകൂലമല്ലാത്ത ചില പോസ്റ്റുകൾ വ്യാപകമായി RSSന്റെയും ലീഗിന്റെയും കേന്ദ്രങ്ങളിൽ നിന്ന് കൃത്രിമമായി ഉണ്ടാക്കി നമ്മുടെ സഖാക്കളുടെ FBയിലേക്കും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പലരും തെറ്റിദ്ധരിക്കപ്പെട്ട് അത് ഷെയർ ചെയ്ത് നമ്മുടേതാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ല ജാഗ്രത വേണം. ഇനി ഓരോ പോസ്റ്റുകളും, അത് വാട്സപ്പ് ആവട്ടെ ഫേസ്ബുക്ക് ആവട്ടെ, ഓരോ പോസ്റ്റുകളും അത് നമുക്ക് വേണ്ടിയല്ല, നമ്മുടെ സെൽഫിയല്ല, നമ്മുടെ സൗഹൃദ ബന്ധങ്ങൾ പുതുക്കാനുള്ളതല്ല. ഇനി ഓരോ വാക്കെഴുതുമ്പോഴും അത് സൂക്ഷിച്ച് അത് നമ്മുടെ നാളേക്ക് വേണ്ടി, അതായത് ഈ കേരളത്തിന്റെ നാളെയുടെ ഭാവി അത് നമ്മുടെ കൈകളിലാണ്, നിങ്ങളുടെ വിരലുകളിലാണ്, നിങ്ങളുടെ തലച്ചോറിലാണ്. അത് പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇടതുപക്ഷ ആശയം, ഇടതുപക്ഷ തരംഗം കേരളത്തിൽ ഉറപ്പിക്കുവാൻ വേണ്ടി ഇനിയുള്ള നിമിഷങ്ങളെല്ലാം തന്നെ നിങ്ങൾ വിനിയോഗിക്കണം എന്നാണ് എനിക്ക് ഈ സഖാക്കളുടെ ശബ്ദം എന്ന വാട്സപ്പ് ഗ്രൂപ്പിലെ എന്റെ പ്രിയപ്പെട്ട സഖാക്കളോട് അഭ്യർത്ഥിക്കുവാനുള്ളത്. നിങ്ങൾക്കിടയിലേക്ക് വരാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്. എന്നെ വിളിച്ചിട്ടുള്ള പ്രത്യേകിച്ച് ഇതിന്റെ അഡ്മിൻ കൂടിയായിട്ടുള്ള സഖാക്കൾക്കെല്ലാം തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും.